ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ്. അതിനായി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ചിക്കനിലേക്ക് ഇടാം. ചിക്കനിലേക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ട. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ചിക്കനിൻ്റെ ഉള്ളിലെല്ലാം മസാല പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും 5 മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്തത്. അതിനുശേഷം ഒരു മണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ പാകം ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് മസാലയും നല്ലപോലെ പിടിക്കും. അതുകൊണ്ടാണ് 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അതിനുശേഷം ചിക്കൻ എടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടു. അതിന് ശേഷമാണ് ഇവിടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നത്. ഈ ഓയിലിൽ തന്നെയാണ് ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി എക്സ്ട്രാ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ ചിക്കനും ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ 2 വലിയ ഉള്ളി, 2 കിഴങ്ങ് ചോപ്പ് ചെയ്തത്, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. ചിക്കൻ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ചിക്കൻ്റെ മുകളിലേക്കെല്ലാം എണ്ണ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് നോക്കാം. ഒരു ഭാഗം നന്നായി വന്നിട്ടുണ്ട്, നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ ചിക്കൻ്റെ പീസും നമുക്കിത് മറിച്ചിടാം. അങ്ങനെ ചിക്കനെല്ലാം ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ആ സവാള മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ മുകളിലേക്ക് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സവാളയും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ആ ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അങ്ങനെ കിഴങ്ങും സവാളയും ഈ ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കിഴങ്ങും സവാളയും വാടി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് റെഡിയാവാം. ചിക്കൻ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇനി നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ്. ആ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ വരട്ടിയതിന്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് വരട്ടിയെടുക്കുന്നത്. ഗ്രേവി വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കിയെടുത്താലാണ് നല്ല ടേസ്റ്റ്. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉള്ളിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയെല്ലാം മുകളിലേക്ക് ആയി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി വേവിക്കാം. ഇനി അടച്ച് വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇളക്കി ചെറു തീയിലിട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം ഇവിടെ ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിച്ചപ്പാണ്. ഒരു മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നമുക്കിത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. Thanks for watching.